have decided to follow Jesus. I have decided to follow Jesus. എല്ലാവരും അല്പനേരം കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ഞങ്ങളെങ്കിൽ വാഴ്ത്തുന്ന കർത്താവേ സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. അങ്ങയുടെ കൃപ അങ്ങയുടെ കൃപ അങ്ങയുടെ കൃപ അങ്ങയുടെ കൃപ അങ്ങയുടെ കൃപ കർത്താവേ സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ പാസ്റ്റർ സിപ്പി മാത്യു പ്രാർത്ഥിച്ച് ഈ സ്നാന ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല വിശുദ്ധ പകൽക്കാലത്തിലായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടു കൂടെ കർത്താവിനെ വാഴ്ത്തുന്നു. കാലങ്ങളായി നിങ്ങൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച പ്രകാരം ഞങ്ങളുടെ പ്രിയ കുഞ്ഞിന്റെ സ്നാനത്തോടുള്ള ബന്ധത്തിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് ദൈവസഭയായി ഈ ആലയത്തിലോട്ട് കടന്നു വരുവാൻ സ്വർഗമിടയാക്കി കൃപയ്ക്കായി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തെ വാഴ്ത്തുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന ഈ സ്നാന ശുശ്രൂഷ ആദിയോട് അന്ത്യം ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സ്നാനം നടത്തുന്ന വിശുദ്ധനായി പ്രാർത്ഥിക്കുന്നു. അധികാരപ്പെടുത്തിയാട്ടെ സ്വർഗം തുറക്കുന്ന പകൽക്കാലമായി മാറുവാൻ, ദൂതന്മാർ ഇറങ്ങുന്ന പകൽക്കാലമായി മാറുവാൻ, പകൽക്കാലം കർത്താവേ ആമേൻ മറക്കാൻ കഴിയാത്ത ഒരു പുതിയ അനുഭവത്തിലേക്ക് സ്വർഗം ഞങ്ങൾ ഒരുമിച്ച് വഴി നടത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളിവിടെ ഇരിക്കുന്ന എത്ര ജനമുണ്ടോ നിങ്ങൾ ഒരു ഹൃദയത്തോടെ ഒരു മനസ്സോടെ ഒരേ ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ ആമേ സ്വർഗം ചലിക്കുന്ന ഒരു ആരാധനയായി മാറുവാൻ, ഒരു ശുശ്രൂഷ തലം വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷിയാൽ ഇന്ന് സ്നാനപ്പെടുന്ന പ്രിയ കുഞ്ഞിനായി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസത്തിന് കാരണമായി തീരുവാൻ ഇന്നത്തെ ശുശ്രൂഷ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയാണ്. മറയ്ക്കണം പ്രാർത്ഥിക്കേണ്ടിരിക്കുകയാണ്. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ സ്നാന ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, കർത്താവിന്റെ ശ്രേഷ്ഠ ദൈവദാസന്മാർ എല്ലാവരെയും ഓർത്ത് കർത്താവിന് മഹത്വപ്പെടുത്തുന്നു. പ്രിയ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ച് വിശേഷാൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ ബന്ധുമിത്രാദികളെ ദൈവദാസന്മാരെ എല്ലാം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. വളരെ സാന്നിധ്യബോധത്തോടുകൂടി നമുക്കിവിടെ ആയിരിക്കാം. നമ്മൾ കാഴ്ചക്കാരല്ല. ഈ സ്നാനത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് വേണ്ടി സ്തോത്രം. നമ്മളിവിടെ ഇരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തക്കവണ്ണം, ദൈവസന്നിധിയിൽ ദൈവകൃപ അനുഭവിപ്പാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം. വിശേഷാൽ പ്രിയ മകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ മകളെ, പ്രിയ സുജു ബ്രദറിനും ജസൻ സിസ്റ്റർക്കും രണ്ട് കുഞ്ഞുങ്ങളിൽ മൂത്ത പൈതലായി പ്രിയ പൈതലിനെ ജനിച്ച് വളർത്തപ്പെടുവാന്റെ കൊണ്ട് കർത്താവ് സഹായിച്ചു. പ്രിയ മാതാപിതാക്കൾ അവളെ ചെറുപ്പം മുതൽ തന്നെ ബാലശിക്ഷയിലും പഥ്യോപദേശത്തിലും അവളെ വളർത്തി ഇതുവരെയും വലുതാക്കുവാൻ തക്കവണ്ണം കർത്താവ് അവളെ സഹായിച്ചു. സ്തോത്രം. അവളുടെ ചെറുപ്പ കാലഘട്ടം മുതൽ തന്നെ ദൈവവചനം പഠിക്കുവാനും ദൈവവചനത്തെ കുറിച്ച് അറിയുവാനും ഗ്രഹിക്കുവാനും ഒക്കെ കഴിഞ്ഞ നാളുകളിൽ കർത്താവ് അവളെ സഹായിച്ചു കൊണ്ടിരുന്നു. ചില നാളുകൾക്ക് മാസങ്ങൾക്ക് മുമ്പ് സ്തോത്രം ഒരു ക്ലാസ്സിൽ എന്നോടൊപ്പം ഇരിക്കുന്ന അവസരത്തിൽ ദൈവവചനം അവൾ പഠിക്കുവാനുള്ള ആഗ്രഹത്തോടെ കടന്നു വന്ന അവസരത്തിൽ അവൾ കർത്താവിനെ അവളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയും അവളെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയായി ചേർന്നു. സ്നാനത്തിനു മുമ്പായി ആത്മാഭിഷേകത്താൽ നിറയപ്പെടണമെന്ന നാളുകളായി ഉള്ള അവളുടെ ആഗ്രഹവും വാഞ്ചയും അതിനുവേണ്ടി അവൾ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, കഴിഞ്ഞ ഷാർജയിൽ നടന്ന ICFF ക്യാമ്പിന് പ്രിയ പൈതലിനെ ആത്മാഭിഷേകത്താൽ നിറയണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. പല കുഞ്ഞുങ്ങൾ അവളോടൊപ്പമുള്ള സൺഡേ സ്കൂളുള്ള പല കുഞ്ഞുങ്ങളും ഒക്കെ ആത്മാഭിഷേകത്തെ നിറയുമ്പോൾ അതിന്റെ ഏറ്റവും അവസാന ദിവസം എന്നോടുകൂടെ എൻ്റെ വാഹനത്തിലിരുന്ന് എന്നോട് അവളെ വിഷമത്തോടെ വിതുമ്പി അവൾ പറഞ്ഞു, എനിക്ക് ഇതിന് സാധിച്ചില്ല, എനിക്ക് ആത്മാവിശ്വാസം നിറയാൻ സാധിച്ചില്ല. ഞാൻ പറഞ്ഞു, സാരമില്ല, ദൈവം ഏറ്റവും തക്ക സമയത്ത് തന്നെ നിന്നെ അപ്രകാരം ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പിന്നീട് ചില നാളുകൾക്കുള്ളിൽ ചില ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ നടന്ന ഒരു സഭായോഗത്തിൽ വെച്ച് പ്രിയ പൈതൽ ആത്മാഭിഷേകത്താൽ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓടി വന്ന് പാസ്റ്റേജിനും മറ്റുമൊക്കെ വന്നിരുന്ന് അവളുടെ സംശയങ്ങള് ദൈവവചനം ഗ്രഹിക്കുവാനുള്ള ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞ ആളുകൾ പരപ്രേരണ കൂടാതെ അവരുടെ സ്വന്തം താല്പര്യപ്രകാരം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അവൾക്ക് വ്യക്തമായ സ്നാനത്തെ കുറിച്ചൊക്കെ ബോധ്യം വന്നതിന് ശേഷം ഇപ്രകാരം ഒരു തീരുമാനത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. നാളുകളായി അവർ പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഘോഷിക്കുകയും ഒക്കെ ചെയ്തതിന്റെ ഫലമായിട്ട് പ്രിയ പൈതലിന്റെ ഈ സ്നാന ശുശ്രൂഷ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നല്ലോ. ഇതിൽ സാക്ഷ്യം വഹിക്കുവാൻ എനിക്കും നമുക്ക് ഓരോരുത്തർക്കും ഭാഗ്യമാണ് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. പ്രിയ സുജിബ്രദറിന്റെ കുടുംബാംഗങ്ങളുണ്ട്, സഹോദരി കുടുംബം, അതുപോലെ തന്നെ ഇവിടെയുള്ള പല ദൈവദാസന്മാരുടെ പേരെടുത്ത് ഞാൻ എടുത്തു പറയുന്നില്ല. നിങ്ങൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യും, ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വളരെ സാന്നിധ്യബോധത്തോടെ ആയിരിക്കുമ്പോൾ പ്രിയ പൈതൽ, ഹല്ലേലൂയ, കഴിഞ്ഞ നാളുകൾ നമുക്ക് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ടൊക്കെ അംഗീകരിക്കുവാൻ സാധിച്ചുവെങ്കിലും ഇന്ന് ജലത്തിൽ നിന്നുകൊണ്ട് അവൾ പരസ്യമായിട്ട് പ്രഖ്യാപിക്കുവാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. അവൾ അവളുടെ കർത്താവിനെ അംഗീകരിക്കുവാൻ വേണ്ടി പോവുകയാണ്, യേശുവിനോട് ചേരുവാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. ആ ഭാഗ്യകരമായ ഈ അനുഭവത്തിലേക്ക് ഇനിയും കടന്നു വരുവാൻ പല പ്രിയപ്പെട്ടവരും അതിനുവേണ്ടി സമർപ്പിച്ച പ്രാർത്ഥനയോടായിരിക്കുന്നവർക്കും എല്ലാം ഉണ്ട്. ഇന്നത്തെ ഈ ശുശ്രൂഷ അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമാകട്ടെ. നാളുകൾ സ്നാനം ഏറ്റതായ നമുക്കും ഹല്ലേലൂയ എന്തിന് ഏറ്റു, എന്ത് ഞാൻ നിങ്ങൾ ചെയ്യണോ, നമ്മുടെ ഹല്ലേലൂയ തുടർന്നുള്ള നമ്മുടെ ക്രിസ്ത്യ ജീവിതം എങ്ങനെ നയിക്കണമെന്നൊക്കെ ഇന്ന് പകൽക്കാലം ഒരു ബോധ്യം വരേണ്ടതിന് സമർപ്പണത്തോടെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി കണ്ണുകൾ അടയ്ക്കാം. പ്രിയ മാത്യു ചാൻ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനും നിത്യനുമായ ഞങ്ങളുടെ ദൈവമേ, നല്ല പിതാവേ, അനുഗ്രഹമായി നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് അടികളിൽ നടന്നു വരുവാനും ദൈവത്തെ മുഖത്തപ്പെടുത്തുവാനും സ്തുതിക്കുവാനും തന്ന സമയത്തിനായി തിരികരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ കർത്താവേ, അവർക്ക് ആയുസ്സും ആരോഗ്യവും കർത്താവ് കൊടുത്ത് ഇന്ന് പഴക്കാലം ദൈവത്തെ ആരാധിക്കുവാനും കർത്താവിന്റെ കൽപ്പനകളെ അനുസരിക്കുവാനും തങ്ങളുടെ ദൈവം സഹായിച്ചതോർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, അനേക കുഞ്ഞുങ്ങൾക്ക് ഈ ഭാഗ്യം ലഭിക്കാതിരിക്കുമ്പോൾ ദൈവമായി കർത്താവ് കൊടുത്ത നല്ല ഭാഗ്യത്തിനായി സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞകാല ജീവിതത്തിനേക്കാൾ കർത്താവേ അങ്ങനെ ശ്രദ്ധിച്ചു വരുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ഒരു പുതിയ സൃഷ്ടിയായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കർത്താവ് സഹായിക്കുമാറാകണമെന്ന് ഞങ്ങൾ അങ്ങയോടും പ്രാർത്ഥിക്കുന്നു. ദൈവം കർത്താവെ ആയുസ്സും ആരോഗ്യം കർത്താവ് ഇതിന് കൊടുത്തുള്ളൂ. ഇന്ന് പോയിക്കാലം ദൈവസന്നിധിയിൽ കർത്താവെ തീരുമാനങ്ങളോട് പ്രതിഷ്ഠകളോട് കടന്നു വരുമ്പോൾ ദൈവത്തിന് വലിയ സാന്നിധ്യം കർത്താവെ വൈദ്യനോട് കൂടി ഇരിക്കണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ദൈവം ഇത്രത്തോളം ഈ ദേശത്തെ കർത്താവ് അനുഗ്രഹിച്ചല്ലോ. കർത്താവെ, ഇത്രത്തോളം ദൈവസന്നിധിയിൽ പാദപ്പോൾ നീ അവരെ ബലപ്പെടുത്തിയല്ലോ. ദൈവമായ കർത്താവ് കൊടുത്തിരിക്കുന്ന എല്ലാ ദൈവികമായ അനുഗ്രഹത്തിനായി ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ, കുട്ടികളുടെ എല്ലാവരെയും തിരികരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കർത്താവെ, ശുശ്രൂഷിപ്പാൻ അങ്ങനെ ദാസനെ ദൈവം ബലപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആരെങ്കിലും ഈ ഭാഗ്യാവസ്ഥ ലഭിക്കാതെ ഇവിടെ ആയിരിക്കുന്നുവെങ്കിൽ അവർക്ക് ഈ ഭാഗ്യാവസ്ഥ അനുഗ്രഹമായി തീരുവാൻ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പൂർണ്ണമായി നമ്മൾ കാലങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കർത്താവെ, പ്രാർത്ഥന ചെയ്യാതെ കർത്താവ് കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്കായി ജീവന നൽകിയ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സദാചോട്ടകൾ തകർന്നിടട്ടെ. യേശുവിൻ നാമം വിജയിക്കട്ടെ, സദാചോട്ടകൾ തകർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ. സുവിശേഷത്തിൻ കൊടി ഉയരട്ടെ, നാമധേയ സംഘങ്ങൾ ഉണർന്നിടട്ടെ.
Praise the Lord. Hallelujah. ഇന്നത്തെ സ്ഥാനാർത്ഥിയായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥനയോടുകൂടി കടന്നു വന്നിരിക്കുന്ന പ്രിയ മകളെ പരിചയപ്പെടുത്തട്ടെ. മുൻപോട്ട് കടന്നു വരാം. പ്രിയ മകളെ, ദൈവനാമ മഹത്വത്തിനു വേണ്ടി ചില വാചകങ്ങളിൽ തന്റെ അനുഭവ സാക്ഷ്യം ദൈവസന്നിധിയുടെ സമർപ്പണത്തെയും തീരുമാനത്തെയും അറിയിക്കുവാൻ വേണ്ടി പോവുകയാണ്. പ്രാർത്ഥനയോടെ നമുക്ക് ശ്രദ്ധിച്ചാൽ. Praise Lord. Most of all, I thank my God for everything He has done in my life. He has blessed me in so much ways that I cannot explain through my words. And I thank my parents especially for supporting and carrying me. And as last year, July 29, at the evening, the pastor gave us a spiritual class, and it was such a blessing. And I decided that night I want to accept my Jesus Christ as my Lord. And the next day, in July 30th, I accepted Jesus Christ as my Lord to the church. And on March 3rd, on the church in the worship section, I was praising my God uncontrollably, and I could feel the presence of my God at that time. And then the pastor laid hand on me, and I began to speak tongues. Amen. And I got filled with Holy Spirit at that time. And on that day onwards, my God has guided me, blessed me, and strengthened me in such a ways. And I thank Vijay Pastor and Sergeant Pastor, and I thank everyone that is present here and attending my baptism ceremony. Amen. And I thank you for your presence here, and I request everyone to pray for my further spiritual life. Amen. Praise the Lord. നമ്മുടെ പ്രിയ പൈതലിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോകുന്നു. എല്ലാ കാര്യങ്ങളും പ്രിയ പൈതലിലേക്ക് നീട്ടിയാട്ടെ. ദേവദാസന്മാർ നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ പ്രിയ സാജൻ പാസ് പ്രിയ പൈതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ വേണ്ടി പോവുകയാണ്. Praise the Lord. Hallelujah. Hallelujah. സ്തോത്രം സ്തോത്രം. Hallelujah. ഒരുമിച്ച് Hallelujah. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഇന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. പുത്രൻ സ്നാനക്കുളത്തിലേക്ക് നടന്നു നീങ്ങിയ ഭാഗങ്ങളെ ഇന്ന് ഞങ്ങളുടെ മനസ്സിലേക്ക് ഞങ്ങൾ ഓർമ്മിക്കുകയാണ്. ലോകത്തിന്റെ പാപം പേറുവാൻ കുഞ്ഞാട് വെളിപ്പെട്ടു നിൽക്കുന്നു എന്ന് അവന് മുമ്പായി അയക്കപ്പെട്ടവൻ പറഞ്ഞു തുടങ്ങിയ നിമിഷം അത് ബൈബിളിന്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രാധാന്യമേറിയ നിമിഷമായിരുന്നു. സ്നാനക്കുളത്തിലേക്ക് ഒരുവൻ നടന്നിറങ്ങി. സ്വർഗം തുറക്കുന്ന നിമിഷങ്ങളായിരുന്നു. ഒരുവനെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് അവൻ സ്നാനക്കുളത്തിൽ നിന്ന് കയറിയപ്പോൾ അവന്റെ മുകളിലേക്ക് ആത്മാവ് ഇറങ്ങി. ഇന്ന് പകലിൽ കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സ്നാനക്കുളത്തിലേക്ക് ഇറങ്ങുവാൻ തീരുമാനമെടുത്ത നിമിഷം മുതൽ സ്വർഗം തുറക്കുന്ന അനുഭവങ്ങളുടെ കുഞ്ഞ് കയറി അവൾ കർത്താവ് രക്ഷിതാവാണെന്ന് അധരം കൊണ്ട് പറഞ്ഞതിനെ ഇത് പ്രവർത്തിയാൽ സ്വീകരിക്കുമ്പോൾ അങ്ങ് ഇന്നലകളിൽ പ്രാവന്ന രൂപേണ പുത്രന്റെ മുകളിൽ ഇറങ്ങി വസിച്ചതുപോലെ തുടർന്നങ്ങോട്ടുള്ള ഇവരുടെ ജീവിതത്തിന്റെ മുഴുവൻ നിയന്ത്രണങ്ങളിൽ ആത്മാവ് ഏറ്റെടുക്കുന്ന നിലവാരത്തിൽ അങ്ങോട്ടുള്ള ഓരോ നിമിഷത്തെയും കർത്താവ് ചിന്തകൾ, കർത്താവ് വാക്കുകൾ, പ്രവർത്തികൾ എല്ലാ മേഖലയിലും ഒരുപോലെ കർത്താവ് സ്വാധീനിക്കത്തക്ക നിലവാരത്തിൽ ആത്മാവ് കുഞ്ഞിന് മേൽ വസിക്കുന്നതോർത്ത് സ്തോത്രം ചെയ്യുകയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ചെറിയ പ്രായത്തിൽ തന്നെ ദൈവിക നിയന്ത്രണത്തിനകത്ത് പൈതൽ വളർന്നു കയറി കഴിഞ്ഞ
ദൈവ നിയോഗങ്ങൾ ഇവരുടെ മുകളിൽ തുറക്കും. ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ സ്നാനക്കുളത്തിൽ നിന്നും കർത്താവേ ഹല്ലേലൂയ കുഞ്ഞ് കയറുന്നതോടെ ദൈവിക നിയോഗങ്ങൾ, പുതിയ തുറക്കങ്ങൾ ഈ കുഞ്ഞിൽ തുറന്നു വരേണ്ടതിന് ഇന്ന് പകലിൽ അത് സംഭവിക്കുന്നത് കൊണ്ട് ഞങ്ങൾ കുഞ്ഞിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ആ കുഞ്ഞിനോടൊപ്പം തന്നെ കർത്താവ് സ്നാനക്കുളത്തിലേക്ക് കർത്താവിന്റെ ദാസനും ഇറങ്ങും. അസാധാരണമായ ദൈവം സാന്നിധ്യത്തിനകത്ത് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ കാര്യങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വപ്പെടുത്താം. തുടർന്ന് ഒരു ചെറിയ സ്നാന സംബന്ധമായ ഒരു മെസ്സേജ് നമ്മൾ കേൾക്കുവാൻ വേണ്ടി പോകുകയാണ്. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അജി ജോർജിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എൻലൈറ്റൻ സഭയുടെ ദുബായിലെ ശുശ്രൂഷകനാണ്. സ്തോത്രം. സുജിപുരന്റെ സ്തോത്രം കുടുംബാംഗമായ പ്രിയ ദേവദാസനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദേവദാസൻ ചില മിനിറ്റുകൾ ചെറിയ ലഘു സന്ദേശം അറിയിക്കുന്നതായിരിക്കും. എന്റെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? പറയുന്നത് കേൾക്കാം. ഹല്ലേലൂയ. പാസ്റ്റർ ഓർമ്മിപ്പിച്ചതുപോലെ എന്റെ ബ്രദറിലോയാണ് സുജു. ഹല്ലേലൂയ. കുടുംബത്തിൽ നിന്ന് ഒരു പൈതൽ കൂടി ഹല്ലേലൂയ കൽപ്പന അനുസരിക്കുവാൻ ഇന്ന് പ്രഭാതത്തില് ദൈവം ഇടയാക്കിയല്ലോ. സ്വർഗം സന്തോഷിക്കുന്ന ഈ സഭയോട് ചേർന്ന് ഞങ്ങൾക്ക് സന്തോഷിക്കാൻ തക്കൊണ്ട് ദൈവം നല്ല അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് മഹത്വം കരയിക്കുന്നു. മോളെ സാക്ഷി ഞാൻ കേട്ടു. ഹല്ലേലൂയ. മോൾ എന്തിനാ സ്നാനപ്പെടുന്നതെന്ന് ചോദിച്ചാല് ഒരുപാട് ഉത്തരങ്ങൾ എന്നോട് പറയുവാൻ തക്കൊണ്ട് മോൾക്കുണ്ട്. കാരണം പാസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ദൈവജനത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട്. അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യം ഞാൻ മോളോട് പറയാം. നമ്മളൊരു പാട്ട് പാടാറുണ്ട്, പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. മോൾ ഓർത്തിരിക്കാൻ വേണ്ടി ഒരു കഥയും ഞാൻ പറയാം. കഥയല്ല, നടന്ന കാര്യമാണ്. ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു ബാൽക്കണി ഉണ്ട് ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ. ആ ഫ്ലാറ്റിൽ ഒരുപാട് ചെടിയുണ്ട്. അതിലൊരു ചെടി ഇങ്ങനെ അംബ്രല്ല മാതിരി ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുക, പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. ആ ചെടിയുടെ മുകളിൽ ഒരു ദിവസം ഒരു പ്രാവ് വന്ന് കൂട് വെച്ചു. ഞങ്ങൾ എല്ലാ ദിവസവും അതിന്റെ വീഡിയോ എടുക്കുമായിരുന്നു. കുറെ ദിവസം കഴിഞ്ഞ ഉടനെ ആ പ്രാവ് 3 മുട്ട അതിനകത്തിലിട്ടു. 21 ദിവസം ആ പ്രാവ് അതിന്റെ മേളിൽ ഇങ്ങനെ ഇരുന്നു. 21 ദിവസം കഴിഞ്ഞ ഉടനെ ഈ മുട്ട പൊട്ടി, കുഞ്ഞുങ്ങൾ പുറത്തു വന്നു. കാണാൻ ഭംഗിയൊന്നുമില്ല. എല്ലാ ദിവസവും ഞങ്ങൾ അതിന്റെ പ്രോഗ്രസ് അറിയാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കുമായിരുന്നു. എല്ലാ ദിവസങ്ങളിലും ഇതിന്റെ അപ്പനും അമ്മയും കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് ആഹാരം കൊടുക്കും. ഈ കുഞ്ഞിന് ശരീരത്തിൽ രോമങ്ങളൊന്നുമില്ല, ചിറകുകളൊന്നുമില്ല. കുറച്ചു ദിവസം കഴിഞ്ഞോണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യാൻ തുടങ്ങി. അടുത്തുള്ള ചെറിയ കമ്പിന്മേലൊക്കെ ചാടി കയറി ഇരിക്കാനായിട്ട് തുടങ്ങി. ഒരു ദിവസം നോക്കിയപ്പോൾ ഈ പ്രാവ് ആകാശത്തേക്ക് പറന്നുപോയി. സ്തോത്രം. ആ പ്രാവ് എന്തുകൊണ്ടാണ് അന്ന് വരെ പറക്കാതിരുന്നത്? അതിന് ജീവൻ ഉണ്ടായിരുന്നു, പക്ഷെ അതിന് പറക്കുവാനുള്ള ശക്തി ഇല്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കഥ ഓർമ്മയിൽ വെച്ചോണം. പുതിയ നിയമസഭയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന 7 അടിസ്ഥാന ഉപദേശങ്ങളിൽ 3 കാര്യങ്ങൾ നമ്മൾ വ്യക്തിപരമായി ചെയ്യേണ്ടതാണ്. മാനസാന്തരപ്പെടുക, സ്നാനപ്പെടുക, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുക. ഇത് വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതായ കാര്യമാണ്. അടുത്ത 4 കാര്യങ്ങൾ നമ്മൾ സഭയായിട്ട് ചെയ്യേണ്ടതാണ്. അതായത് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേൾക്കുക, കൂട്ടായ്മ ആചരിക്കുക, അപ്പം നൽകുക, പ്രാർത്ഥന കഴിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മൾ സഭയായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇതിൽ സ്നാനവും അതുപോലെ കർത്താവിന്റെ മേശയും ദൈവം കൽപ്പിച്ച 2 അനുഷ്ഠാനങ്ങളാണ് പുതിയ നിയമസഭയ്ക്ക്. ഹല്ലേലൂയ. ആ കൽപ്പന അനുസരിക്കുവാനായിട്ടാണ് മോൾ ഇന്ന് ഞങ്ങളോടൊപ്പമായിരിക്കുന്നത്. കർത്താവിന്റെ കൽപ്പന, സ്നാനം എന്ന കൽപ്പന അനുസരിക്കുവാൻ തക്കവണ്ണം മോൾ ഇന്ന് പകൽക്കാലം ഞങ്ങളോടൊപ്പമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇതുവരെ പാസ്റ്റർ കർത്തമേശ തന്നായിരുന്നു? തന്നിട്ടില്ല അല്ലെ? മോൾ മാനസാന്തരപ്പെട്ടു, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു എന്നൊക്കെ പറഞ്ഞെങ്കിൽ തന്നെയും ഹല്ലേലൂയ ഈ പാസ്റ്റർ കർത്താവിന്റെ മേശ തന്നില്ല അല്ലെ? സ്നാനപ്പെട്ട് കഴിയുന്ന പറഞ്ഞ് ഇന്ന് കർത്തൃമേശ തരും അല്ലെ? ദൈവത്തിന് അതിന്റെ കാരണം എന്താണെന്നറിയാമോ? ഈ കർത്താവിന്റെ കൽപ്പനയാകുന്ന സ്നാനവും അതുപോലെ കർത്താവിന്റെ മേശയും കർത്താവിന്റെ മരണത്തോട് ബന്ധപ്പെട്ട 2 കാര്യങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സ്നാനം എന്ന് പറയുന്നത് കർത്താവിന്റെ മരണത്തിൽ
പങ്കാളിയാകുക എന്നതാണ് സ്നാനത്തിൽ കൂടി അർത്ഥമാക്കുന്നത്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ അത് വ്യക്തമായിട്ട് പഠിക്കുന്നുണ്ട്, 1 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങളിൽ കൂടി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയായ വിശുദ്ധന്മാർ അവന്റെ മരണത്തെ ഓർക്കുന്ന ശുശ്രൂഷയാണ് എന്ത്? കർത്താവിന്റെ മേശ. അപ്പോൾ കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കർത്താവിന്റെ മേശ കൊടുക്കുവാനെ കൊണ്ട് കഴിയത്തില്ല. പിന്നെ മറ്റൊരു കാര്യം, മോള് ജീവിതത്തില് മാനസാന്തരത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നു, കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചു, അല്ലെ? ഹല്ലേലൂയ. ഹൃദയം കൊണ്ട് വിശ്വസിച്ചു, വായ് കൊണ്ട് ഏറ്റു പറഞ്ഞു. അത് ഇന്ന് ഈ ജനത്തിന്റെ മധ്യേ പ്രതീകാത്മകമായിട്ട് മോള് ചെയ്യുന്ന പ്രവൃത്തിയായി സ്നാനം. അതായത് ഞാൻ എന്റെ കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു, അവനോട് കൂടെ ഞാൻ മരിച്ചു, അവനോട് കൂടെ ഞാൻ അടക്കപ്പെട്ടു, അവൻ ഉയർത്തെഴുന്നേറ്റതുപോലെ ഹല്ലേലൂയ അവൻ ഇന്ന് ജീവനിലായിരിക്കുന്നത് പോലെ ഞാനും ഇന്ന് ജീവനിലായിരിക്കുന്നുവെന്ന് ഹല്ലേലൂയ ഈ സഭയോട് ദൈവത്തിന്റെ സ്തോത്രം വിളിച്ചു പറയുന്ന ഒരു ശുശ്രൂഷയെ പ്രതീകാത്മകമായിട്ട് മകള് ചെയ്യുന്നത്. ഇങ്ങനൊരു കാര്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചേന്ന്. ദൈവത്തിന്റെ സ്തോത്രം. അത് മോള് ഈ സഭയുടെ മധ്യയെ പറയാത്തിടത്തോളം, ഈ സ്നാന ശുശ്രൂഷ ചെയ്യാത്തിടത്തോളം കർത്താവിന്റെ ദാസന്മാർക്ക് കർത്താവിന്റെ മേശ തരുവാൻ തക്കോളം പ്രയാസമാണ്. കാരണം വളരെ വ്യക്തമായിട്ട് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, ദൈവത്തിന് സ്തോത്രം, അയോഗ്യമായിട്ട് ആ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്താൽ എന്താ സംഭവിക്കുന്നത്? കൊരിന്ത്യ സഭയിൽ അനേകർ ബലഹീനരായി തീർന്നു, അനേകർ രോഗികളായി തീർന്നു, പലരും ആ സഭയിൽ നിദ്ര പ്രാപിച്ചു, അതായത് മരണപ്പെട്ടു. അതുകൊണ്ട് അയോഗ്യമായിട്ട് ആർക്കും കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുവാനോ പാനം ചെയ്യുവാനോ തക്കോണം സാധ്യമല്ല. ദൈവത്തിന് സ്തോത്രം. ഇനിയും ഈ 2 ശുശ്രൂഷകൾ, സ്നാനവും അതുപോലെ തന്നെ കർത്താവിന്റെ ഹല്ലേലൂയ മേശയും, ഞാൻ പറഞ്ഞ പ്രാവിന്റെ കാര്യം ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഹല്ലേലൂയ, പ്രാവിന് പറക്കുവാൻ തക്കവണ്ണം ശക്തി ലഭിച്ച നാളിലാണ് അത് പറന്നത്. ഇന്ന് പറഞ്ഞതുപോലെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ വരവിനോടുള്ള ബന്ധത്തിൽ നാം എടുക്കപ്പെടുവാൻ തക്കവണ്ണം 2 കാര്യങ്ങൾ ഓർമ്മയിൽ വെച്ചുകൊള്ളണം. 1, നമുക്ക് ജീവൻ ഉണ്ടാകണം. 2, നമുക്ക് ശക്തി ഉണ്ടാകണം. ഹല്ലേലൂയ. വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു എങ്ങനെയാ പരിശുദ്ധാത്മാവിന്റെ ദാനം ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മോള് സ്നാനപ്പെടുന്നതിന് മുൻപേ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചു. എന്റെ മകനും അപ്രകാരമായിരുന്നു. ഞങ്ങൾ വളരെയധികം പ്രാർത്ഥനയോടുകൂടി അവനെ ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് വിട്ടത്. എന്നാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു, എന്റെ ഭാര്യയും ഞാനും പ്രാർത്ഥിച്ചവൻ ഇവിടുന്ന് പോകുന്നതിന് മുൻപായിട്ട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും അവൻ പ്രാപിക്കണം, അവൻ സ്നാനപ്പെടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ഒരിക്കലും ഞാൻ അവനോട് പറഞ്ഞില്ല. എന്നാൽ വളരെ യാദൃശ്ചികമായിട്ട് ഞാൻ ബാംഗ്ലൂർ പോകുന്നതിന് മുൻപായിട്ട് എന്റെ വീട്ടിൽ പോയി അമ്മയോട് ഒരുമിച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നപ്പോൾ അന്ന് എന്റെ ഒരു സുഹൃത്ത് എറണാകുളത്ത് നിന്ന് ഒരു ദേവദാസൻ കടന്നു വന്നു, ഫാമിലി ആയിട്ട് ഒരു കൊച്ചുണ്ട്. അവര് വെറുതെ വന്നതാണ്. വൈകുന്നേരം അവര് രാവിലെ വരുമെന്ന് പറഞ്ഞിട്ട് ലേറ്റ് ആയി പോയി. രാത്രിയിൽ അവരെത്തിയത്. ഞാൻ അമ്മയോട് പറഞ്ഞു, ഫുഡൊക്കെ എടുക്ക്, അവർക്ക് ഫുഡ് കൊടുത്തിട്ട് നമുക്ക് ഉറങ്ങാം. അന്ന് രാത്രിയില് ഞങ്ങള് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നതാണ്. വൈകിട്ട് 8 മണിക്കിരുന്നു. ആ പ്രാർത്ഥന നീണ്ടുപോയി 4 മണി വരെ. ആ രാത്രികാലം എന്റെ മൂത്ത മകൻ അഭിഷേകം പ്രാപിച്ചു. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. യാദൃശ്ചികം. അതായത് ഞാൻ പറഞ്ഞത്, കർത്താവുമായിട്ടുള്ള ഒരു എൻകൗണ്ടർ ജീവിതത്തിൽ ഉണ്ടാകണം. ഹല്ലേലൂയ. എങ്കിൽ മാത്രമേ ദൈവത്തിന് സ്തോത്രം ഇതൊക്കെ സാധ്യമാകുകയുള്ളൂ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത്, ഹല്ലേലൂയ, എന്തിനാ സ്നാനപ്പെടുന്നത്? ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തില് ഒരു വചനം വ്യക്തമായി 2-ാം അധ്യായത്തിൽ പറയുന്നു. പത്രോസിനോട് 1-ാം നൂറ്റാണ്ടിലെ ശിഷ്യന്മാര് ചോദിക്കുന്നുണ്ട്, ഹല്ലേലൂയ, രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ രക്ഷപ്പെടുവാൻ തക്കവണ്ണം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾ ഓരോരുത്തരും ഹല്ലേലൂയ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്നാനപ്പെടുവിൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി. എന്നാൽ പരിശുദ്ധ, there's a condition. ഹല്ലേലൂയ, നിങ്ങൾ സ്നാനപ്പെടുവിൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെടുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഹല്ലേലൂയ അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഈ പകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ, ഹല്ലേലൂയ, സ്നാന ശുശ്രൂഷ കർത്താവിന്റെ കൽപ്പന ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ, ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരു കാര്യം വചനപ്രകാരം ഞാൻ വ്യക്തമായി പറയട്ടെ, കർത്താവിന്റെ കൽപ്പന നിങ്ങൾ അനുസരിക്കുക. ഹല്ലേലൂയ. എന്നാൽ നിങ്ങൾ ദൈവത്തോട് ചോദിച്ചാൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 11-ാം അധ്യായം 13-ാമത്തെ വാക്യത്തില്, ഹല്ലേലൂയ, ഈ ദോഷിയായ ഒരു ലോകത്തിലെ പിതാവിനോട് ഒരു മകൻ ചോദിക്കുകയാണ്. അപ്പൻ ചോദിച്ചാൽ അവന് കൊടുക്കും. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ, നല്ലവനായ സ്വർഗത്തിലെ പിതാവ് പരിശുദ്ധാത്മാവിനെ യാചിക്കുന്നവർക്ക് എത്ര അധികമായിട്ട് കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് ഹല്ലേലൂയ
ദൈവത്തിന് സ്തോത്രം. കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് ഹല്ലേലൂയ താതാത്മ്യം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനെ ഹല്ലേലൂയ ചോദിച്ചാൽ എത്രയധികമായിട്ട് ദൈവം അത് അവർക്ക് കൊടുക്കും. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെടുക എന്ന് പറയുന്നുണ്ടേ നമ്മൾ ഫിസിക്കലായിട്ട് കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെടുകയല്ല ഇന്ന് പലരും കാണിക്കുന്നത് പോലെ ക്രൂശിന്മേലെ കിടത്തിക്കൊന്ന് കൊണ്ടുപോവുകയല്ല നമ്മൾ ചെയ്യുന്നത്. പിന്നെ എങ്ങനെയാ ക്രൂശിക്കപ്പെടുന്നത്? ഹല്ലേലൂയ ഹല്ലേലൂയ. എപ്രകാരമാണ് ക്രൂശിക്കപ്പെടുന്നത്? നമ്മുടെ ജഡമോഹങ്ങൾ, രാഗമോഹങ്ങൾ എന്നാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. എനിക്കറിയത്തില്ല മോള് എന്തിനാ പഠിക്കുന്നത്, എത്രത്തോളം അത് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയുമെന്ന് എനിക്കറിയത്തില്ല. യു ആർ ക്രൂസിഫൈങ് യുവർ പാഷൻസ് ആൻഡ് ഡിസയേഴ്സ് വിത്ത് ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്രകാരം കർത്താവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, കർത്താവിന്റെ മരണത്തോട് താതാത്മ്യം പ്രാപിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ഹല്ലേലൂയ ദൈവം എത്രയധികമായിട്ട് കൊടുക്കും. എന്തിനാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്? ഹല്ലേലൂയ. എനിക്ക് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ അങ്ങ് പറഞ്ഞു പോകട്ടെ. ദൈവത്തിന് സ്തോത്രം. എന്തിനാ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത്? കൃപകളും കൃപാവരങ്ങളും ഒക്കെ നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിപ്രധാനമായ ഒരു കാര്യം ഞാൻ പറയാം. അപ്രാവ് പറഞ്ഞതുപോലെ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടണം. നമ്മളിലൊരു ശക്തി വേണം. അത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ മാത്രമേ നമ്മൾ കർത്താവിന്റെ വരവെങ്കിൽ നാം എടുക്കപ്പെടുകയുള്ളൂ. ദൈവത്തിന് വചനം വളരെ വ്യക്തമായി പറയുന്നു, യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ there is a condition again. നമ്മൾ പള്ളി വരുന്നത് കൊള്ളാം, ആരാധനയ്ക്ക് പങ്കെടുക്കുന്നത് കൊള്ളാം, നമ്മൾ ഡയറ്റ് കൊടുക്കുന്നത് കൊള്ളാം, നന്മ പ്രവർത്തികൾ ചെയ്യുന്നത് കൊള്ളാം, ഒരു മീറ്റിംഗ് മുടക്കാതെ അറ്റൻഡ് ചെയ്യുന്നത് കൊള്ളാം, എല്ലാം നല്ലതാ. പക്ഷെ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്തവർക്ക് അവരിവിടെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. അതുകൊണ്ട് വളരെ അതിപ്രധാനമായ ഒരു കാര്യമാണ് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മൾ ഉണ്ടാകുക എന്നുള്ളത്. നമ്മുടെ മറ്റ് ശരീരങ്ങളെ ഉയർപ്പിക്കുവാൻ തക്കവണ്ണം യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവിന്റെ ശക്തി, അതായത് പിതാവാം ദൈവം മരിച്ചുയർപ്പിച്ചവെന്ന് പറഞ്ഞത് പിതാവാം ദൈവം, അവന്റെ ശക്തി പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മിൽ വസിക്കുന്നുവെങ്കിൽ മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൂടാതെ നമ്മൾ ജീവനും ആവശ്യമാണ്. ശക്തി മാത്രം പോരാ. ഹല്ലേലൂയ. നമ്മൾ ജീവൻ നിലനിൽക്കണം. എപ്രകാരമാണ് നമുക്ക് ജീവൻ നിലനിൽക്കുന്നത്? കർത്താവ് പറഞ്ഞു, ഞാൻ ജീവന്റെ അപ്പമാകുന്നു, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് അനേകർ സ്നാനപ്പെട്ടിട്ട് കർത്താവിന്റെ മേശ അലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഞങ്ങളുടെ സഭയിൽ ഒരാൾ കടന്നു വന്നിട്ട് ഒരു ദിവസം പുതുതായിട്ട് വന്ന ഒരു ഫാമിലി സഭയിൽ നിന്ന് മാറി നിൽക്കുന്നത് കണ്ടിട്ട് ഞാൻ ആ കർത്തദാസനോട് ചോദിച്ചു, ഇന്ന് കർത്താവിന്റെ മേശ എടുത്തില്ലല്ലോ. അപ്പൊ സഹോദരി എന്നോട് പറഞ്ഞു വീട്ടിലേക്ക് വന്നിട്ട് ആ സഹോദരനോട് സംസാരിക്കണമെന്ന്. ആ വീട്ടിൽ പോയി ആ കുടുംബത്തോട് സംസാരിച്ച് ആ സഹോദരൻ നിരപ്പിന്റെ അനുഭവത്തിലേക്ക് വന്നിട്ട് അടുത്ത ആഴ്ച അവര് സഭയിൽ വന്നപ്പോൾ ആ വ്യക്തി കർത്താവിന്റെ മേശ എടുക്കുവാനായിട്ട് മുൻപോട്ട് വന്നു. എല്ലാം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, ബൈ ദ വേ സഹോദരൻ എത്ര നാളായി കർത്തൃമേശ എടുത്തിട്ട്? 10 വർഷം. He was in Bangalore. സ്നാനപ്പെട്ട വ്യക്തിയാ. ഞാൻ മോളോട് ഇത് പറയുന്നത് ഒരു കാരണവശാലും ഹല്ലേലൂയ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ട ശേഷം കർത്താവിന്റെ മേശയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് വ്യവസ്ഥയില്ല. എന്താണ് കാരണം? ഹല്ലേലൂയ, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. ഹല്ലേലൂയ, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ആ ജീവൻ നിലനിൽക്കണമെങ്കിൽ, സമൃദ്ധിയായ ജീവൻ നൽകുവാൻ തക്കവണ്ണം യേശു വന്നെങ്കിൽ, ഹല്ലേലൂയ, ആ കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സഭയുടെ അടിസ്ഥാന ഉപദേശമായ കർത്താവിന്റെ മേശയിൽ നിന്ന് മാറി നിൽക്കുവാൻ തക്കവണ്ണം നമുക്ക് വ്യവസ്ഥയില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ കാര്യം പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണം. പരിശുദ്ധാത്മാവ് നമ്മിൽ വസിക്കണമെങ്കിൽ വചനപ്രകാരം സ്നാനപ്പെടണമെങ്കിൽ മാനസാന്തരപ്പെട്ടവനായിരിക്കണം. രണ്ടാമത് കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണമെങ്കിൽ നമുക്ക് ജീവൻ ആവശ്യമാണ്, സമൃദ്ധിയായ ജീവൻ ആവശ്യമാണ്. ജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ കർത്താവിന്റെ മേശയിൽ നിന്ന് നാം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും വേണം. നമ്മുടെ ഈ ശരീരത്തിന്റെ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം നമ്മൾ 3 നേരമല്ല 4 നേരം ആഹാരം കഴിക്കും, അല്ലേ?
എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ആത്മാവിന്റെ പുതുക്കത്തിന് ആത്മാവിന്റെ ജീവൻ നിലനിർത്തുവാൻ തക്കവണ്ണം കർത്താവിന്റെ മേശയിൽ നിന്ന് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. ഹല്ലേലൂയ. അപ്പോൾ കർത്താവിന്റെ വരവിങ്കിൽ എടുക്കപ്പെടുവാൻ രണ്ടാമത്തെ കാര്യം, നമുക്ക് ജീവൻ ഉണ്ടാകണമെങ്കിൽ കർത്താവിന്റെ മേശയിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ കാര്യം മറന്നു പോകരുത്. കർത്താവിന്റെ വരവിൽ നാം എടുക്കപ്പെടണമെങ്കിൽ നമ്മിൽ ശക്തി വേണം, നമ്മിൽ ജീവൻ വേണം. ഈ വചനങ്ങളാൽ നിങ്ങൾ ഓരോരുത്തരെയും ആമേൻ. ഈ വചനങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താങ്ക് യു പാസ്റ്റർ. നമ്മുടെ അവസരത്തിൽ ഒരു പാട്ട് പാടുകയാണ്. ശുശ്രൂഷയുമായിട്ട് മുമ്പോട്ട് പോവുകയാണ്. പാപപരിഹാരാർത്ഥം പാതകരെ തേടി ആരിടത്തിൽ വന്ന നാമം. പാപപരിഹാരാർത്ഥം പാതകരെ തേടി ആരിടത്തിൽ വന്ന നാമം. പാപത്തെ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. പാപത്തെ ജീവിതത്തിൽ മാതൃകയെ കാട്ടിത്തന്ന പാവനാമ പുണ്യനാമം. ഒരു വാക്കില് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ വിൽസച്ചാൻ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ സമയത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, പ്രത്യേക കർത്താവേ, പ്രിയ മകൾ കർത്താവേ, ദൈവത്തിന്റെ കൽപ്പനയനുസരിച്ച് വലിയ ഭാഗ്യത്തിനായി ഹല്ലേലൂയ. കർത്താവേ, സ്തോത്രം. സന്തോഷിക്കുന്ന ഒരു ദിനമായത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. കർത്താവേ, വലിയ കർത്താവ് വലിയ സഹായത്തിന് മനുഷ്യരുണ്ടായിരുന്നല്ലോ. ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, പ്രിയമകളെ കർത്താവേ, കർത്താവേ, ഒരു പുതിയ ജീവൻ നയിപ്പാൻ കർത്താവേ, ദൈവത്തോട് അടുത്തോട് ജീവിപ്പാൻ കർത്താവേ, അങ്ങയുടെ മകൾക്ക് അവിടെ കർത്താവേ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവേ, സ്നാനപ്പെടുന്ന ദേവാസിക്ക് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സ്നാനപ്പെടുവാൻ കർത്താവേ, സ്നാനപ്പെടുവാൻ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ അത്യന്തമായ ശക്തി കർത്താവേ, അങ്ങയുടെ ദാസനാവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ, കടന്നു വന്ന കർത്താവിന്റെ കരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾക്ക് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ഈ അവസരത്തിൽ ചില വേദവാക്യങ്ങൾ വായിക്കുന്നു. അതിനുവേണ്ടി നിയുക്തരായിരിക്കുന്ന ദൈവദാസന്മാരെ പ്രത്യേകാൽ അത് വായിക്കുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നു. പ്രാരംഭമായിട്ട് ലാലു ബ്രദർ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വേദവാക്യങ്ങൾ പ്രിയ ലാലു പോൾ ബ്രദർ മുൻപോട്ട് കടന്നു വന്ന് വായിക്കുന്നതായിരിക്കും. അതിനുശേഷം പ്രിയ ഇവാഞ്ചലിസ്റ്റ് നിശാന്ത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിന്റെ അവസാന 18, 19, 20 വേദവാക്യങ്ങളും അവസാനമായിട്ട് ആൽവിൻ ബാസ് റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വേദവാക്യങ്ങളും ശബ്ദമുയർത്തി ദൈവസഭയുടെ മുമ്പാകെ ദൈവനാമ മഹത്വത്തിനു വേണ്ടി വായിക്കുന്നതായിരിക്കും. Chapter 3 verse 13 to 17. Matthew chapter 3 verse 13 to 17. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനം ഏൽക്കുവാൻ ഗലീലയിൽ നിന്ന് വന്ന യോർദാൻകരെ അവന്റെ അടുക്കൽ വന്നു. യോഹന്നാനോ അവനെ വിലക്കി, നിന്നാൽ സ്നാനം ഏൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എന്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കാം, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18 മുതൽ 20 വരെ. യേശു അടുത്തു ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് അരുളിച്ചെയ്തു.
റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 6-ാം അധ്യായം അതിന്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. അല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ? അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന് സ്നാനത്താൽ അവരോട് കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നാം ഏകീഭവിച്ചവരായെങ്കിൽ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രാരംഭമായി വായിച്ച വേദവചനത്തിൽ നമ്മൾ കണ്ടു ഇത് യേശു കാണിച്ചു തന്ന ഒരു മാതൃകയായിരുന്നു എന്ന് കണ്ടു. രണ്ടാമതായി വായിച്ച വേദവചനത്തിൽ നമ്മൾ കണ്ടു ഇത് കർത്താവ് തന്നിരിക്കുന്ന കൽപ്പനയാണ്. യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത അന്ത്യ കൽപ്പനയാണ്. അവസാനമായി നമ്മൾ കാണിച്ചു കേൾക്കുവാനിടയെത്തുന്ന ഈ സ്നാനം ഏറ്റെടുക്കുമ്പോൾ എന്തു സംഭവിക്കുന്നു എന്ന് കണ്ടു. എന്താണ്? ഒന്ന്, യേശുവിനോട് ചേരുവാൻ. 2, യേശുവിന്റെ മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിക്കേണ്ടത്. മാത്രമല്ല ഒടുക്കത്തെ നാളിൽ ആ പുനരുത്ഥാനത്തിന്റെ ശക്തി പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കേണ്ടതിന്. ഈ വചനങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ സമർപ്പണത്തോടെ പ്രാർത്ഥനയോടെ ഈ ദിവസങ്ങളിലായിരിക്കും അല്പം മുമ്പ് എന്റെ സാക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്ത പ്രിയ സ്റ്റിഫാനി ജസ് സുജുവിന് ഈ അവസരത്തിൽ ഈ വെള്ളത്തിലേക്ക് കടന്നു വന്ന് സ്നാനം കൈക്കൊള്ളാവുന്നതാണ്. ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട് കണ്ടാലും ലോകത്തിന്റെ പാപത്തെ ചുമക്കും ദൈവ കുഞ്ഞാട് കണ്ടുപോരു പാപിയൻ സ്നാനമേൽക്കുവാൻ പോകുന്നു കണ്ടുപോരു പാപിയൻ സ്നാനമേൽക്കുവാൻ പോകുന്നു. ഒരു വാക്കില് ഈ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി കർത്താവിന്റെ ദാസൻ ഷീറ്റില് ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ, സമയത്തിനായി സ്തോത്രം ചെയ്ത കർത്താവേ, പ്രിയമകളുടെ സാഹചര്യത്തിൽ സാക്ഷീകരിക്കുവാൻ വേണ്ടി ഇറങ്ങി നിൽക്കുന്ന കർത്താവേ, ഞങ്ങളുടെ അദൃശ്യമായ കരം ഇന്ന് പകൽക്കാലം പ്രിയ പൈതലിന്റെ ഞങ്ങളുടെ ദാസന് മേൽ കർത്താവേ, ആത്മാവിന്റെ ശക്തിയാൽ കർത്താവേ നിർവഹിക്കാൻ ദൈവകൃപകൾ നൽകി കൊടുക്കുമാറെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ പൈതലി വെള്ളത്തിൽ നിന്ന് കയറിയേറുമ്പോൾ കർത്താവേ ഒരു പുതിയ സൃഷ്ടി എന്ന വണ്ണം പോലെ ക്രിസ്തുവിനെ ധരിച്ചുകൊണ്ട് ക്രിസ്തുവിൽ ജീവിക്കാനുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തോടെ ജലത്തിൽ നിന്ന് കയറുവാൻ സ്വർഗം സഹായിക്കണം കർത്താവേ. ക്രിസ്തുവിനെ ധരിച്ചവരായിട്ട് കർത്താവ് ക്രിസ്തുവിൽ ജീവിക്കുന്നവരായിട്ട് ജീവിക്കാൻ അപേക്ഷിക്കുമ്പോൾ ദയവുണ്ടായി കേൾക്കണം ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥനായ പിതാവേ. ആദാമ്യ പാപനിമിത്തം പാപത്തിന്റെ കരാളഹസ്തത്തിൽ അകപ്പെട്ട മാനവരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി സ്വർഗത്തിലെ മഹിമകളെ വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് ഇറങ്ങി വന്ന കാലത്തിന്റെ സമ്പൂർണതയിൽ തിരുവെഴുത്തുകളിൻ പ്രകാരം 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് കന്യകയായ മറിയയിൽ ഭൂജാതനായ യേശു കർത്താവ് തന്റെ 30-ാം തിരുവയസ്സുവരെ മാതാപിതാക്കൾക്ക് അനുസരണയോടെ കീഴ്പ്പെട്ടിരിക്കുകയും എന്നാൽ 30-ാം തിരുവയസ്സിൽ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് യോർദാൻ നദിയിൽ കടന്നു വന്ന് യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനം ഏൽക്കുകയും തദവസരത്തിൽ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ തന്നിലേക്ക് ആഗതമാകുകയും സ്വർഗത്തിൽ നിന്ന് ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്ന ദൈവശബ്ദമുണ്ടായി. ഈ സ്വർഗീയ അംഗീകാരത്തോടെ പരസ്യ ശുശ്രൂഷകളിൽ ഏർപ്പെട്ട് അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ടും അനേക ഭക്തന്മാർക്ക് വിടുതൽ കൊടുത്തുകൊണ്ടും അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവൃത്തികളാലും സുവിശേഷ പ്രസംഗങ്ങളാലും താൻ ദൈവപുത്രൻ എന്ന് തെളിയിച്ചു വരവേ യഹൂദന്മാരാൽ കുറ്റാരോപിതനായി കള്ളസാക്ഷികളുടെ അകമ്പടിയോടെ വിവിധ മതകോടതികളിലും
റോമൻ ഗവൺമെന്റിന്റെ കീഴിലും മാറി മാറി വിസ്തരിക്കപ്പെട്ട് ഒടുവിൽ പൊന്തിയോസ് പീലാത്തോസിനാൽ ഉത്തരവിട്ട് ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെടുവാനും മരക്കുരിശിൽ ക്രൂശിലേറ്റുവാനും വിധിക്കപ്പെട്ട യേശു കർത്താവിനെ റോമൻ പടയാളികൾ കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് തന്നെ ക്രൂരമായി പീഡിപ്പിച്ച ശേഷം ഗോൽഗോഥ മലമുകളിൽ 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ 3 കാരുരുമ്പാണികളിന്മേൽ തറച്ച് ക്രൂശിച്ചു. മാനവരാശിയുടെ വീണ്ടെടുപ്പിനു വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം യേശു കർത്താവ് തന്റെ ചങ്കിലെ അവസാന തുള്ളി രക്തം വരെയും ഊറ്റിക്കൊടുത്തുകൊണ്ട് പ്രാണനെ വിട്ടു. ആ യേശുവിനെ കല്ലറയിൽ അടക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. യേശു കർത്താവ് കാൽവറി യാഗത്തിലൂടെ സകല വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി മാനവരാശിക്ക് വേണ്ടി വീണ്ടെടുപ്പിന്റെ പദ്ധതി പൂർത്തീകരിച്ചു. ആ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട്, ആ കാൽവറി യാഗത്തിൽ വിശ്വസിച്ചുകൊണ്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ച് വിശ്വാസ സ്നാനം സ്വീകരിച്ച് ദൈവമക്കളാകുവാൻ അവൻ അവകാശവും അധികാരവും കൊടുത്തു. ഈ അവകാശത്തിലും അധികാരത്തിലും നിന്നുകൊണ്ട് കഴിഞ്ഞ നാളുകളിൽ പ്രിയ മകൾ പരപ്രേരണ കൂടാതെ ദൈവവചനം ഗ്രഹിച്ചുകൊണ്ട് അവൾ പാപി എന്ന് ഗ്രഹിക്കുകയും തന്റെ കുറ്റങ്ങളെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് യേശുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവും രക്ഷകനുമായി ഇതിനോടകം അംഗീകരിച്ചിരിക്കുന്നതുമാകുന്നു. എന്നാൽ ഇവിടെ സന്നിധരായിരിക്കുന്ന ദൈവമക്കളെ, ദൈവസഭയെ, ദൈവദാസന്മാരെ, സ്വർഗത്തെ, ദൈവദൂതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് യേശു കർത്താവ് നിന്റെ രക്ഷകനും നിന്റെ വീണ്ടെടുപ്പുകാരനും നിന്റെ കർത്താവുമെന്ന് നീ പരസ്യമായി പ്രഖ്യാപിക്കുന്നുവോ? Yes, I accept Jesus Christ as my personal Savior and my Lord Christ is my Redeemer. Amen. Praise the Lord. Hallelujah. ക്രൂശിൽ യാഗമായ യേശുവിനെ അടിമച്ചക്കാരൻ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കുകയും യേശു കർത്താവ് ഉയർത്തെഴുന്നേൽക്കാതിരിക്കത്തക്കവണ്ണം ഭാരമുള്ള കല്ലും റോമൻ ഇംപീരിയൻ മുദ്രയാലും അതിനെ ഉറപ്പാക്കുകയും കാവൽ കൂട്ടത്തെ നിർത്തുകയും ചെയ്തുവെങ്കിലും ഉയർപ്പിന്റെ സുപ്രഭാതത്തിൽ 3-ാം ദിവസം ആ പുനരുദ്ധാനത്തിന്റെ ശക്തി യേശുവിൽ വ്യാപരിക്കുകയും കല്ലറകളെ ഭേദിച്ചുകൊണ്ട് മരണത്തെ, പാപത്തെ, ലോകത്തെ, പിശാചിനെ തോൽപ്പിച്ച് അവൻ ജയിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേൽക്കുകയും താൻ ജീവിച്ചിരിക്കുന്നുവെന്ന് അവൻ തന്റെ ശിഷ്യന്മാർക്കും 40 നാളോളം തന്നെ അനുഗമിക്കുന്ന മറ്റു പ്രിയപ്പെട്ടവർക്കും വെളിപ്പെടുത്തി കൊടുക്കുകയും ശേഷം 40-ാം ദിവസം സ്വർഗ്ഗോന്നതികളിലേക്ക് കരേറിപ്പോയ യേശു കർത്താവ് വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുകയും തന്റെ സഭയുടെ ആരംഭം കുറിക്കുകയും ഇന്നും പരിശുദ്ധാത്മാവിനെ അയച്ച് സഭയെ ഒരുക്കുകയും തനിക്ക് വേണ്ടി വേർതിരിച്ചിരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. മാത്രമല്ല തന്നിൽ അഭയം കണ്ടെത്തുന്ന തന്റെ പ്രിയ മക്കൾക്ക് വേണ്ടി പിതാവിന്റെ വലത്തുഭാഗത്ത് മധ്യസ്ഥ അണിക്കുകയും പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന യേശു കർത്താവ് താമസമിനാ തന്റെ ഭക്തന്മാരെ ചേർക്കുവാൻ വേണ്ടി, തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ വേണ്ടി മധ്യാകാശത്തിൽ വെളിപ്പെടുമെന്നുള്ള ഭാഗ്യകരമായ ക്രിസ്തീയ പ്രത്യാശയിൽ പ്രിയ മകൾ സ്റ്റിഫാനി വിശ്വസിക്കുകയും ആ ഒടുക്കത്തെ നാളിൽ നീയും പുനരുദ്ധാനത്തിന്റെ ശക്തിയാൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് നിപൂർണമായി വിശ്വസിക്കുന്നുവോ? Yes, I believe in the Lord's second coming. Praise the Lord. Hallelujah. ദൈവം ഈ സ്നാനത്തിനു ശേഷം നിന്റെ ജീവിതത്തിൽ തരുന്ന നിന്റെ ആയുസ്സിൽ യേശുവിന്റെ ഒരു ഉത്തമ സാക്ഷിയായി നിന്നുകൊണ്ട് ദൈവസഭയ്ക്കും ദൈവനാമത്തിനും അപവാദം വരുത്താതെ മരണപര്യന്തം വിശ്വസ്തയായിരുന്നുകൊണ്ട് ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു എന്ന് പറയത്തക്കവണ്ണം യേശു ക്രിസ്തുവിന്റെ ഒരു ഉത്തമ ശിക്ഷയായി ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നീ സമർപ്പിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നുവോ? ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്റെ സാക്ഷി വചനങ്ങൾ നിമിത്തവും
നീ ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന ഉറച്ച തീരുമാനത്തിന്റെയും ദൈവസന്നിധിയിൽ എടുത്തിരിക്കുന്ന ഉടമ്പടികളുടെയും അടിസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കണമെന്നുള്ള ദൈവകൽപ്പനയുടെ അടിസ്ഥാനത്തിൽ ഇവിടെ സന്നിധരായിരിക്കുന്ന ദൈവസഭയെ, ദൈവദാസന്മാരെ, സ്വർഗത്തെ ദൈവദൂതന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് എനിക്ക് ലഭിച്ചിരിക്കുന്ന ഇടയ ശുശ്രൂഷൻ എന്ന അധികാരത്തിലും പദവിയിലും നിയോഗത്തിലും അഭിഷേകത്തിലും നിന്നുകൊണ്ട് നീയും യേശു ക്രിസ്തുവിനോട് ചേരേണ്ടതിന്, നിനക്കും പുനരുത്ഥാനത്തിന്റെ ശക്തി ലഭിക്കേണ്ടതിന് ഞാൻ നിന്നെ ഈ വെള്ളത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരകളടിച്ച് സ്വർഗ്ഗം സന്തോഷിക്കുന്ന അവസരത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. മരണപര്യന്തം വിശ്വസ്തയായിരിക്കുക, എന്നാൽ നിനക്കും ജീവകിരീടം ലഭിക്കും. ഒരു വാക്യം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ നല്ല പിതാവേ, പ്രിയപ്പെട്ടെല്ലാം ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. സ്വർഗം സന്തോഷിക്കുന്ന ഈ ദിവസത്തിൽ പ്രിയമകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, സ്വർഗം കർത്താവേ കുനിഞ്ഞു നോക്കുന്നു, സ്വർഗം പ്രസാദിക്കുന്നു. ദൈവദൂതന്മാരുടെ കാവൽ ഞങ്ങൾ കാണുന്നു കർത്താവേ. എല്ലാ ആളുകൾ കർത്താവേ സ്തോത്രം ഹല്ലേലൂയ രക്ഷിക്കപ്പെടുവാൻ കർത്താവേ അഭിഷേകത്താൽ നിറയുവാൻ എല്ലാ പ്രിയ മകൾക്ക് സാധിച്ചു കർത്താവേ. ഇന്ന് പകൽക്കാലം ഈ ജനത്തിൽ സാക്ഷീകരിച്ചോട് അങ്ങയോട് ചേരുവാൻ, ക്രിസ്തുവിനെ ധരിക്കുവാൻ, മരണഹടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിപ്പാൻ പ്രിയ മകൾക്ക് സാധിച്ചു കർത്താവേ. വരും കാലഘട്ടങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു ക്രിസ്ത്യ ജീവൻ നയിച്ച് യേശുവിന്റെ ഉത്തമ കർത്താവ് ശിക്ഷയായിരിക്കാൻ പ്രിയ മകളുടെ മേൽ വിശേഷമായി കൃപ കർത്താവ് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങൾ ഒരുമിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം ചൊല്ലി പ്രിയ മകളെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ. അവരുടെ അനുഗ്രഹമാകട്ടെ, ദൈവം അവരോട് കൂടെ ഇരിക്കട്ടെ കർത്താവേ. ഇവർ ക്രിസ്തുവിൽ പ്രസിദ്ധയാകട്ടെ. ഞങ്ങളെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. കൃപയോടെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. സ്തോത്രം. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും. പാപത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ പ്രസാദിച്ചു, പാപത്തെയും ശാപത്തെയും ക്രൂശിന്മേൽ പ്രസാദിച്ചു. സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തറച്ചു, സാത്താനെയും സൈന്യത്തെയും കാൽവരിയിൽ തറച്ചു. ശത്രുഗണം ഒന്നാകാതെ ചെങ്കാടലിൽ മുങ്ങിപ്പോയി, ശത്രുഗണം ഒന്നാകാതെ ചെങ്കാടലിൽ മുങ്ങിപ്പോയി. വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയിൽ നീങ്ങി, വൈരിയുടെ എതിർപ്പുകൾ പാലിക്കയിൽ നീങ്ങി. ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, ജയം ജയം ഹല്ലേലൂയ, ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും, യേശുനാഥ നാമത്തിലു ജയം ജയം എപ്പോഴും. ഈ ശുശ്രൂഷകളെ അനുഗ്രഹിച്ചതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം. വാക്കും ഭാഷണവും കൂടാതെ ഈ സ്നാന ശുശ്രൂഷ നമ്മോട് വിളിച്ചു പറഞ്ഞ ഒട്ടനവധി സത്യങ്ങളുണ്ട്. അതിനു മുമ്പ് ദൈവദാസന്മാരിൽ കൂടിയൊക്കെ ദൈവവചനത്തിൽ കൂടി നമ്മൾ പലതും കേൾക്കുവാൻ ചക്കവണ്ണം ഇടവന്നു. ഞാൻ ഒന്ന് ഓർമ്മിക്കട്ടെ, നമ്മുടെ ഇടയിൽ ഇനിയും രക്ഷിക്കപ്പെട്ടവർ, രക്ഷിക്കപ്പെടുവാനുള്ളവർ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരുപാട് പ്രിയപ്പെട്ടവർ ഇവിടെ നിൽപ്പുണ്ട്. ഒരു വാചകത്തിൽ ഓർമ്മപ്പെടുത്തട്ടെ, ഈ സ്നാനം എന്നുള്ളത് കർത്താവിന്റെ ആലോചനയാണ്. ദൈവത്താൽ സ്ഥാപിക്കപ്പെട്ടതാണ്. സ്തോത്രം.
ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇതനുസരിക്കുവാൻ പ്രിയ മകൾക്കും ഇന്ന് ഭാഗ്യം ലഭിക്കാൻ തക്കവണ്ണം ഇടയായിട്ടും ഓർത്തുകൊള്ളും. സ്നാനപ്പെട്ട നാം ഓരോരുത്തരും ഇതിനുശേഷം ജീവന്റെ പുതുക്കത്തിൽ നമുക്ക് നടക്കുവാൻ സാധിക്കണം. നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഐഡന്റിറ്റി ക്രൈസ്റ്റ് ആണ്, ക്രിസ്തുവാണ്. ക്രിസ്തുവിന് നമുക്ക് മോശം വരാൻ പാടില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവഹിതത്തിന് വിരോധമായി, ദൈവസഭയ്ക്കും ദൈവനാമത്തിനും ഒക്കെ വിരോധമായി നമ്മളിൽ നിന്ന് ഉയരുന്ന ഉയർച്ചകൾ അത് ക്രിസ്തുവിനെ ബാധിക്കുവാൻ തക്കവണ്ണം ഞാൻ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുമ്പോൾ എന്നിൽ കൂടി ദൈവനാമ മഹത്വം. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ശിഷ്യന്മാരാണ്. നാളുകളിൽ ഞാൻ ഒന്ന് വിളിച്ചു പറയട്ടെ, ഇതാ വെള്ളം, ഇതാ സ്നാപകൻ. കർത്താവിന്റെ വരവ് ഇതുവരെ സംഭവിച്ചിട്ടില്ല. വേഗത്തിൽ ഈ തീരുമാനമെടുക്കുക. സ്തോത്രം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, അല്ലാത്തവൻ ശിക്ഷാവധിയിൽ അകപ്പെടും. ഈ ദൈവവചനം ഹല്ലേലൂയ എപ്പോഴും കാതുകളിൽ മുഴങ്ങട്ടെ. ഹല്ലേലൂയ. മരണ അടക്ക പുനരുത്ഥാനത്തോടെ ഏകീഭവിച്ചു. റോമാലേഖനം 6 അവസാനത്തിൽ പറയുന്നുണ്ട്, ഇനി നമ്മൾ ഒന്നിനും കൂടെ ഏകീഭവിക്കണം. ഏതാണെന്നറിയോ? ആ ഉയർപ്പിനോട്. യേശു ഉയർത്തതുപോലെ നമ്മൾ ഉയർക്കണം. അത് നമ്മൾ കൃപയോടെ നമുക്ക് ജീവിക്കുവാൻ സാധിക്കണം. അതുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട മാതൃകയുള്ള യേശുവിനോട് കൂടെയുള്ള ജീവന്റെ പുതുക്കത്തിൽ നടക്കുവാൻ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. കൃപയോടെ സഞ്ചരിപ്പാൻ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ അവസരത്തിൽ ഒരു പാട്ട് പാടാവുന്നതാണ്. സ്തോത്രം. പ്രതികരിച്ചുകൊണ്ട് നന്ദി പ്രകടനം നടത്തുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച പോലെ ഇന്ന് പ്രഭാതത്തിൽ പ്രിയ മകളുടെ സ്നാന ശുശ്രൂഷ ദൈവത്തിന്റെ കൃപയാൽ അനുഗ്രഹത്താൽ പ്രിയ ബിജു പാസ്റ്ററിന്റെ കരക്കീഴിൽ സ്നാനപ്പെടുവാൻ ദൈവാവസരം തന്നു. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു മിനിറ്റ് എടുക്കുന്നത് ദുബൈയിൽ നിന്ന് വന്ന പ്രിയ അജി പാസ്റ്റർ ഷീ ചേച്ചി അങ്ങനെ ചിലവരൊക്കെ അവർക്ക് സഭയുടെ ചില റെസ്പോൺസിബിലിറ്റികളുണ്ട്, തിരിച്ചു പോവുകയാണ്. അവർ രാവിലെ ദൂരം യാത്ര ചെയ്ത് വന്നു. ഭയങ്കരപ്പെട്ട മെസ്സേജ് പറഞ്ഞ പ്രിയ അജി പാസ്റ്റർക്ക് കുടുംബത്തിന് ഞങ്ങൾ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഷാർജയിൽ നിന്ന് എൻ്റെ സിസ്റ്ററും കുടുംബവും കടന്നു വന്നു. പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ ഈ ഫുജറയിലുള്ള അനേക ദേവദാസന്മാർ ഒടുവിലായി ഞാൻ അവരെ വീണ്ടും നന്ദിയോട് ഓർക്കുന്നതായിരിക്കും. സഭയിലെ മറ്റ് സഹോദരങ്ങൾ അവരുടെ പല തിരക്കുകൾ മാറ്റിവെച്ച് അവരുടെ സഭയുടെ ഷെഡ്യൂളൊക്കെ മാറ്റിവെച്ച് നമ്മളോടൊപ്പം ഈ മീറ്റിംഗിൽ സ്നാനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഫുജറ AG സഭയുടെ പേരിലും എൻ്റെ കുടുംബത്തിന്റെ പേരിലും വ്യക്തിപരമായ പേരിലുള്ള എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. സകല മാനവും മഹത്വവും പൊഴിച്ച് ദൈവത്തിന് അർപ്പിക്കുന്നു. നമുക്കൊരിക്കൽ കൂടി കണ്ണുകളടച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പൊന്നുപിതാവേ, കരുണാമയനായ നല്ല
അപ്പാ. കർത്താവേ, ഇങ്ങനെ അവൻ സ്തോത്രം ഭാഗ്യകരമായ ഒരു ദിനം ഞങ്ങൾക്ക് നൽകി തന്നതിനായി സ്തോത്രം. അവിടുന്ന് ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഈ താണലോകത്തിലേക്ക് വന്ന് അവൻ സ്തോത്രം മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്ത് ഞങ്ങളെ അവൻ സ്തോത്രം പാപത്തിന്റെ ചേറ്റുകുഴിയിൽ നിന്ന് വീണ്ടെടുക്കുവാൻ മനസ്സായ ദൈവത്തിന് ഞങ്ങൾ നന്ദി കരയറ്റുന്നു. കർത്താവേ, ഇവിടെ അവൻ സ്തോത്രം നടക്കേണ്ട അവൻ ആ ശുശ്രൂഷകളെല്ലാം പരിശുദ്ധാത്മാവിനാൽ അവനെല്ലാം ചന്തവും ഉചിതവുമായി ദൈവമേ അവിടുന്ന് നടത്തിയ വലിയ ദൈവസ്നേഹത്തിനായി ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവേ, അപ്പച്ച സ്നാനപ്പെട്ട പ്രിയ അവൻ സ്തോത്രം ദൈവ പൈതലിനെ അപ്പച്ചന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒരു മനസ്സോടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ദൈവമായ കർത്താവേ, ദൈവം കൊടുത്ത കാഴ്ചപ്പാടുകൾക്കായി സ്തോത്രം. കർത്താവേ, മരണ അടക്ക പുനരുദ്ധാനത്തോടെ ഏകീഭവിച്ച പ്രിയ പൈതൽ അവൻ സ്തോത്രം. ഹല്ലേലൂയ, കർത്താവ് കൊടുത്തിരിക്കുന്ന ആയുസ്സിന്റെ നാളുകൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിലെ അപ്പച്ചൻ കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മരണപര്യന്തം വിശ്വസ്തയായിരുന്ന ജീവകിരീടം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണമെന്ന് ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരു മനസ്സോടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ പൈതലിനെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അനുഭവിച്ച അവൻ സ്തോത്രം ഈ ദൈവിക സന്തോഷം അനേകർക്ക് പകർന്നു കൊടുക്കേണ്ടതിനായിട്ട് ക്രിസ്തുവിന്റെ ഭാവം നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ട വൈദ്യരായി നിറയേണ്ടതിനായിട്ട് ദൈവകരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്ന് അവൻ സ്തോത്രം വന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവമക്കൾക്കായി സ്തോത്രം. കർത്താവെ, ശുശ്രൂഷയെ നയിപ്പാൻ അവിടുത്തെ ബിജു പാസ്റ്ററിനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ കൃപയിൽ നിറവിൽ നിറച്ചതിനായി സ്തോത്രം. അനേക സ്നാനങ്ങൾ നടത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ശക്തീകരിക്കണമെന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു വന്ന അവിടുത്തെ മക്കളാകുന്ന ഞങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളെ വീണ്ടെടുത്ത നല്ല രക്ഷകനെ, ആമേൻ, അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തെ ഉയർത്തേണ്ടതിനായിട്ട് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ആയുസ്സിന്റെ നാളുകൾ ഞങ്ങളെ വിളിച്ച് ആ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് അനേകരോട് ഈ സത്യ സുവിശേഷം അറിയിച്ച് അപ്പാ ഇതുപോലെ സ്വർഗം സന്തോഷിക്കുന്ന വലിയ അവൻ മകൾ ദിനത്തെ പിന്നെയും കാണുവാൻ അവിടുത്തെ വരവ് താമസമെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും ഒരുക്കണമേ എന്ന് ഞങ്ങളുടെ ദൈവത്തോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധിയോടെ വേർപാടോടെ അവൻ ദൈവസന്നിധിയിൽ നേരോടെ വിശ്വസ്തയോടെ ജീവിച്ച് അപ്പാ നല്ല ദാസനെ നല്ല ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ ഞങ്ങൾ എല്ലാവരെയും ഇടയാക്കിയാൽ നന്ദി കർത്താവേ. അവിടുത്തെ സാന്നിധ്യത്തിന് നിറവിൽ നിറച്ച എല്ലാം അനുഗ്രഹമാക്കി തീർത്ത ദൈവത്തിന് ഞങ്ങൾ സകല മഹത്വവും അർപ്പിക്കുന്നു. തുടർന്ന് നടക്കുന്ന ആരാധനയിൽ ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും കൂടെ വലിയ ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത് കാണുവാൻ ഇടയായിത്തീരും. മാനവും മഹത്വവും സ്വർഗീയ പിതാവ് തന്നെ എടുക്കണം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ കൃപ തോന്നിക്കെട്ട് ഉത്തരമള്ളുമാറാകണമേ പൊന്നു പിതാവേ. പിതാവാം ദൈവത്തിന്റെ സ്നേഹം, ഏകജാതനായ യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധം, സഹവാസം, കൂട്ടായ്മ, കാവൽ. ആമേൻ, സ്തോത്രം. നാം പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകാൽ സ്നാനപ്പെട്ട പ്രിയ പൈതലിനോട് ഹല്ലേലൂയ, സ്തോത്രം. കടന്നു വന്ന എല്ലാ ദൈവമക്കളോട് ആമേൻ, സ്തോത്രം. അവൻ ദൈവദാസന്മാരോട് ലോകത്തെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരോടും തുടർന്ന് നടക്കേണ്ട സഭായോഗത്തോടും ഇപ്പോഴും എപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷം ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി മഹത്വം കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, ഞാനും എൻ്റെ കുടുംബവും നിന്നതല്ല യേശു നിർത്തിയതാ താളടിയായി പോയിടാതെ താങ്ങി എന്നെ തൻ ഭുജതാ